ആദ്യമായി ഇതാ അമേരിക്കൻ ഡൈനിങ്. വ്യത്യസ്ത രുചികൾ നുകർന്ന ചേലക്കരക്കാരുടെ മനസ്സ് നിറയ്ക്കാനായി വോഗ് കഫേ പാർക്കിംഗ് സൗകര്യങ്ങളോടുകൂടി ഒരുങ്ങിക്കഴിഞ്ഞു. അമേരിക്കൻ ബർഗേഴ്സ്, പിസ്സ, റാപ്സ്, സാൻഡ്വിച്ച്, ബ്രോസ്റ്റഡ് ചിക്കൻ, ഷേക്സ്, മൊഹിത്തോസ്, ബബിൾ ടീ, ഫലൂദ, ഐസ്ക്രീംസ്, ഫ്രഷ് ജ്യൂസ് എന്നിങ്ങനെ നാവിലലിയും രുചിമാധുര്യങ്ങൾ വോഗ് കഫേ നിങ്ങൾക്കായി തയ്യാറാക്കിയിട്ടുണ്ട്. വോഗ് കഫേയുടെ രുചി മികവ് നിങ്ങളുടെ ഹൃദയത്തെ തൊട്ടുണർത്തും. വോഗ് കഫേ, ആർക്കി ടവർ, ചേലക്കര. ഫോൺ 9744075875. പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിൽ 16-ാം വാർഡിലെ സദേൺ റോക്ക് സഹാറ ഗ്രൂപ്പ് കോറി ജനജീവിതത്തെ വലയ്ക്കുന്നതായി പരാതി. 4 മീറ്റർ വീതിയിലുള്ള പഞ്ചായത്ത് റോഡിൽ 50 ടൺ കയറ്റുന്ന വലിയ ടോറസ് ആണ് ദിനംപ്രതി 100 കണക്കിന് ലോഡ് കൊണ്ടുപോകുന്നത് എന്നും ഇത് ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്നു എന്ന് ആരോപണം. കഴിഞ്ഞ ഭരണസമിതി 13 ലക്ഷം രൂപ ചെലവഴിച്ച് നവീകരിച്ച റോഡാണ് വലിയ ടോറസിന് പോകുന്നതിനായി കോറി മാഫിയയും ഭരണസമിതിയും ഒത്തുകളിച്ച് പൊളിച്ചിട്ടിരിക്കുന്നത് എന്നും ആരോപണമുണ്ട്. റോഡിലൂടെ വലിയ ടോറസ് കൊണ്ടുപോകുന്നതിന് പഞ്ചായത്ത് എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ അനുമതിയോ എസ്റ്റിമേറ്റോ ഇല്ല എന്നും ആക്ഷേപമുയരുന്നുണ്ട്. കോറി മാഫിയക്കാർ സ്വന്തം ഫണ്ട് ഉപയോഗിച്ച് കൾവർട്ട് പൊളിച്ചിട്ടിരിക്കുന്നു എന്നും ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുന്നു എന്നും മുൻ മെമ്പർമാർ പറഞ്ഞു. മുൻ വാർഡ് മെമ്പർ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TK വാസുദേവൻ, മുൻ മെമ്പർ KK ഫസലു, മറ്റ് നാട്ടുകാർ തുടങ്ങിയവരാണ് പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയത്. 16-ാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന വലിയൊരു കോറി സദേൺ സഹാറ എന്ന പുതിയൊരു കമ്പനി രൂപപ്പെടുകയും അതിൻ്റെ ഭാഗമായി ഈ നാട്ടിലെ ഇവരേറ്റെടുത്തതിന് ശേഷം ഈ ജനങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പോലും പാകമില്ലാത്ത രീതിയിൽ 50 ടണ്ണ് മുതൽ ഏറ്റവും ചുരുങ്ങിയത് 25-50 ആ രീതിയിലുള്ള ടന്നുകൾ കയറ്റിയിട്ടുള്ള ലോറി ഈ റൂട്ടിൽ കൂടെ പോയി ഇവിടുത്തെ സാധാരണ പാവപ്പെട്ട ജനങ്ങൾക്ക് ജീവിക്കാൻ ശ്വാസം മുട്ടി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ പാഞ്ഞാൾ പഞ്ചായത്ത് ഇന്ന് ഭരിക്കുന്ന ഭരണസമിതി ഏറ്റവും വലിയൊരു തെമ്മാടിത്തരം ചെയ്തിരിക്കണം. അവരുടെ വണ്ടി പോകുന്നതിന് റോഡ് വീതി പോരാ എന്ന് പറഞ്ഞ് റോഡ് വീതി കൂട്ടുന്നതിന് വേണ്ടി സാധാരണ ജനങ്ങൾ ഉപയോഗിച്ചിരുന്ന നല്ലൊരു കൾവർട്ട് പൊളിച്ചു നീക്കി, കാലാകാലങ്ങളായി ജനങ്ങൾ ഉപയോഗിച്ചിരുന്ന കൾവർട്ട് പൊളിച്ചു നീക്കി അവരുടെ വണ്ടിക്ക് വീണ്ടും ഇതിലും വലിയ വണ്ടികൾ വരുന്നതിന് വേണ്ടിയിട്ടുള്ള റോഡ് രൂപീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു അനുമതി പഞ്ചായത്ത് ഭരണസമിതി കൊടുത്തിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ഞങ്ങൾ LSCD AE ഫോണിൽ വിളിച്ച് ബന്ധപ്പെട്ടപ്പോൾ AE ഞങ്ങളോട് പറഞ്ഞത് പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ചിട്ടില്ല ചെയ്യുന്നത്, കോറി മാഫിയയുടെ ഫണ്ട് ഉപയോഗിച്ചാണ് ഇത്തരം കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നത് എന്നുള്ളതാണ്. അങ്ങനെ കോറി മാഫിയയ്ക്ക് വേണ്ടി നിലകൊണ്ടുള്ള ഒരു ഭരണസമിതി അവരുടെ നിന്ന് കോടികൾ വാങ്ങി ഇത്തരമുള്ള റോഡുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടി കോറി മാഫിയയുടെ 50ഉം 20ഉം ടയറുള്ള വണ്ടികൾ ഓടി ഈ പാഞ്ഞാൾ പഞ്ചായത്തിലെ ജനങ്ങളെ ശ്വാസം മുട്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു റോഡ് നിർമ്മാണമാണ് ഇവിടെ നടക്കുന്നത്. അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യാൻ ഞങ്ങളിവിടെ എത്തിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത് ഇത് കോറി പഞ്ചായത്തിൻ്റെ ഫണ്ടോ നമ്മുടെ സാധാരണക്കാരൻ്റെ ഫണ്ടോ ഉപയോഗിച്ചല്ല ഈ റോഡ് നിർമ്മിക്കുന്നത്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ചെറിയൊരു കാര്യം, ഈ ജലജീവൻ പദ്ധതിയുടെ ഭാഗമായി നിരവധി റോഡുകൾ ഈ പാഞ്ഞാൾ പഞ്ചായത്തിൽ പൊളിച്ചിട്ടിരിക്കുകയാണ്. 4ഉം 5ഉം ആളുകൾ ഓരോ റൂട്ടിലും വീണ് കാലൊടിഞ്ഞ ചരിത്രം നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിലാണ് ഈ പാവപ്പെട്ട ആളുകൾക്ക് ഈ കോറി മാഫിയയ്ക്ക് വേണ്ടി ഈ പഞ്ചായത്ത് ഭരണസമിതി ഇത്തരം തെമ്മാടിത്തരങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നത്. അതിനെതിരെ ശക്തമായ ജനകീയ പ്രക്ഷോഭവുമായി ഞങ്ങൾ തുടർനാളുകളിൽ ഉണ്ടാവുമെന്നും ഇത് പഞ്ചായത്ത് ആസ്തി രേഖയിൽ പറയുന്ന റോഡിൻ്റെ വീതിയും നീളവും അതിക്കവിഞ്ഞ് 1 ഇഞ്ച് പോലും കൂട്ടി ഈ റോഡ് നിർമ്മിക്കാൻ ഈ നാട്ടിലെ ജനങ്ങൾ അനുവദിക്കില്ല എന്ന സൂചന പഞ്ചായത്ത് സെക്രട്ടറിക്കും ഭരണസമിതിക്കും നൽകിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. പഞ്ചായത്ത് ഭരണസമിതിയുടെ ഏകാധിപത്യത്തിന് മുന്നിൽ പാവപ്പെട്ട ആശ്രയിക്കുന്ന റോഡ് വെട്ടിമുറിച്ചുകൊണ്ട് കോറി മാഫിയകൾക്ക് മുന്നിൽ ഭരണസമിതി അടിയറ വെച്ചതിനെതിരെ ശക്തമായ പ്രതിഷേധം നാട്ടിലെ ജനങ്ങൾ ഒന്നടങ്കം മുന്നോട്ട് വരികയാണ്. വളരെ ജനങ്ങൾ ആശ്രയിക്കുന്ന ആലിഞ്ചൂട് പൈങ്കുളം റോഡ് ഇന്ന് 50 ടൺ കയറ്റുന്ന ലോറികൾക്ക് അതിനപ്പുറത്തേക്ക് ലോഡ് കയറ്റുന്ന വാഹനങ്ങൾക്ക് സുഗമമായി പോകുന്നതിന് വേണ്ടി കോറി മാഫിയും ഭരണസമിതിയും ഒത്തുകളിച്ചുകൊണ്ട് നിലവിലുണ്ടായിരുന്ന കഴിഞ്ഞ ഭരണസമിതി 13 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ആ റോഡിനെ, ആ കൽവർട്ടിനെ വെട്ടിമുറിച്ചുകൊണ്ട്
കോറി മാഫിയകൾക്ക് അടിയറച്ചുകൊണ്ടാണ് ഇന്ന് ഒറ്റയടിക്ക് ഭരണസമിതിയുടെ തീരുമാനപ്രകാരം LSTDAയുടെ എസ്റ്റിമേറ്റോ മറ്റ് അനുമതിയോ ടെക്നിക്കൽ അനുമതിയോ ഇല്ലാതെ തന്നെയാണ് ഇന്നിവിടെ റോഡ് കൽവർട്ട് പൊളിച്ചിട്ടിരിക്കുന്നത്. അതിനെതിരെ ജനങ്ങൾ പ്രതിഷേധവുമായി കടന്നു വരുമ്പോൾ പഞ്ചായത്ത് ഭരണസമിതി മുഴുവൻ ഈ കോറി മാഫിയക്ക് മുന്നിൽ അടിയറ വെച്ചതിനെതിരെയാണ് ശക്തമായ പ്രതിഷേധം ജനങ്ങൾക്ക് മുന്നിൽ ജനങ്ങൾ ഒന്നടങ്കം ആ പ്രതിഷേധമായി കടന്നു വരുന്നത്. കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ്. ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം. പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം. ചേലക്കര. ഫോൺ 7510993366. കുന്നംകുളം. ഫോൺ 9847134875.